മുതലാളി, ഒരു 100 രൂപ വേണം. എന്തിനാടാ മണ്ടൂസ ഇപ്പൊ 100 രൂപ? തൃശ്ശൂര് വരെ ഒന്ന് പോകാനാ. അതെന്തിനാണെന്നാ ചോദിച്ചത്? തൃശ്ശൂർ പൂരം ഒന്ന് കാണണം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ലടാ. അത്രയും ദൂരമൊക്കെ പോയി എങ്ങനെ കാണാനാ? അതാ ഞാനും ആലോചിക്കുന്നത്. അവർക്ക് തൃശ്ശൂർ പൂരം ഇങ്ങ് തിരുവനന്തപുരത്തേക്ക് ആക്കിയാൽ എന്താ? ഇതെന്താടാ നിന്റെ കയ്യില്? ഈ പഴഞ്ചൻ കൂടെയെല്ലാം കൂടി നീ എവിടെ കൊണ്ടുപോവാ? ഈ വീടിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ മുതലാളി സമ്മതിക്കത്തില്ല. എന്ത് നല്ല കാര്യം? മുതലാളി, ഈ പഴഞ്ചൻ കുടകളെല്ലാം തട്ടിമ്പുറത്ത് നിന്ന് എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ തപ്പിയെടുത്തതെന്നറിയാമോ? കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയരുത്. ഈ പഴഞ്ചൻ കുട മാറ്റി നല്ല പുതുപുത്തൻ കുട കൊണ്ടുവരാനാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അതെവിടെയാടാ കുട മാറ്റി തരുന്നത്? അതാ പറഞ്ഞത് മുതലാളിക്ക് ഒരു ചുക്കും അറിയില്ലെന്ന്. മുതലാളി കേട്ടിട്ടില്ലേ, തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന ഐറ്റം കുടമാറ്റമാ. അവിടെ ഈ പഴയ കുട കൊടുത്ത് പുതിയ കുട മേടിക്കും. പുതിയ കുടയ്ക്കൊക്കെ ഇപ്പൊ എന്നാ വിലയാ? എടാ മണ്ടശിരോമണി, കുടയെല്ലാം അകത്തു കൊണ്ടുവെക്കടാ. കാള പറ്റെന്ന് കേട്ടാ മതി, അവൻ കയറെടുക്കാൻ ഓടും. കാല പറ്റെന്ന് കേട്ടാ പിന്നെ കയറെടുക്കണ്ടേ? എന്തിന്? കുട്ടിയെ പിടിച്ചേട്ടാൻ. ഈ മുതലാളിയുടെ കാര്യം മാറ്റണ്ടെങ്കിൽ വേണ്ട, ഞാൻ തിരിച്ചു വെച്ചേക്കാം. മണി 10 കഴിഞ്ഞു മനുഷ്യ. നിങ്ങൾ ഓഫീസിൽ പോകുന്നില്ലേ? സർക്കാർ ഓഫീസ് അല്ലേടി, അത് മുറ പോലെ അങ്ങ് നടന്നോളും. എന്നും ഇങ്ങനെ താമസിച്ച് എന്നാ നിങ്ങളെ കുറിച്ച് മോശം അഭിപ്രായമായിരിക്കും ഓഫീസില്. പറഞ്ഞില്ലെന്ന് വേണ്ട. എടീ, ഓഫീസിൽ എനിക്ക് നല്ല ഇമേജാ. എല്ലാവരും എന്നെ പത്തരമാറ്റെന്നാ വിളിക്കുന്നത്. പത്തരമാറ്റെന്ന് വിളിക്കുന്നതേ നിങ്ങളുടെ സ്വഭാവ മഹിമ കൊണ്ടൊന്നുമല്ല. എന്നും 10:30 മണിക്കല്ലേ ചെല്ലുന്നത്, അതുകൊണ്ടാ. അല്ല, മണ്ടൂസല്ലേ ആ വരുന്നേ? അവൻ തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് ഇത്ര പെട്ടെന്ന് മടങ്ങിയോ? എന്താടാ, തൃശ്ശൂർ പൂരം കണ്ടില്ലേ? അത് മുതലാളി, ഞാൻ പൂരപ്പറമ്പിലേക്ക് ചെന്നപ്പോഴേക്കും മഴ പെയ്യാനുള്ള കോള് തുടങ്ങി. എന്റെ കയ്യിലാണെങ്കിൽ ഒരു കുട പോലും ഇല്ല. കുട കൊണ്ടുപോകാൻ ഈ നിൽക്കുന്ന പോങ്ങ മുതലാളി സമ്മതിച്ചുമില്ല. മഴ പെയ്യുമെന്ന് നിന്നോട് ആര് പറഞ്ഞടാ? ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ അതറിയാൻ? വരിവരിയായി നിന്ന 101 ആനയുടെ പുറത്ത് നിന്നിരുന്നവർ പെട്ടെന്ന് കുട നിവർത്തി പിടിച്ചു. അപ്പോഴേ ഞാനോടി. മഴ നനഞ്ഞ പൂരം കാണാനൊന്നും എന്നെ കിട്ടിയല്ല മുതലാളി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി?